പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആൻ ഇൻസുലേറ്റർ, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ കണ്ടക്ടർ എന്നീ ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടികളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് നമുക്കറിയാം, 2 രൂപത്തിലുള്ള ചാർജുകളാണ് ഇന്ന് നമുക്കുള്ളത്. പോസിറ്റീവ് ചാർജുമുണ്ട്, നെഗറ്റീവ് ചാർജുമുണ്ട്. ഇങ്ങനെ 2 ചാർജുകളാണ് ഉള്ളത് എന്ന് ആദ്യമായിട്ട് കാണിച്ചൊരു ഡ്യൂഫെ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ഇതിന് ആൾജിബ്രൈക് സൈൻ കൊടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഏറ്റവും ചെറിയ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഒരു ഇലക്ട്രോണിക് ചാർജാണ്. ഇ എന്നുള്ള സ്മോൾ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഇ. ഒരു പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിക് ചാർജിന് തുല്യമാണ്, വിത്ത് പോസിറ്റീവ് സൈനാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് യൂണിറ്റാണ് ഇലക്ട്രോണിക് ചാർജ് ഇ. SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂളോം, സി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. 1 ഇലക്ട്രോണിക് ചാർജ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. 1 കൂളോം ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁻18 ഇ ഇലക്ട്രോണിക് ചാർജ്. അതായത് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ് 1 കൂളോം ചാർജ്. 10⁻18 എന്ന് പറഞ്ഞാൽ കോടാനക്കോടി വരും. ഇത്രയും ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ് 1 കൂളോം എന്ന് പറഞ്ഞാൽ 1 കൂളോം എന്നുള്ളത് വലിയ ഒരു യൂണിറ്റാണ്. ഒരു ബോഡിയെ 1 കൂളോം ചാർജ് ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനർത്ഥം അത്രയും വലിയ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനും അത്രയും വലിയ ഒരു ചാർജാണ് 1 കൂളോം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 1.2 നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരു സെക്കൻഡിൽ 100 കോടി ഇലക്ട്രോൺ, ഒരു സെക്കൻഡിൽ 100 കോടി 10⁻9 100 കോടി ഇലക്ട്രോൺ ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു റേറ്റ് വെച്ച് ഒരു സെക്കൻഡിൽ 100 കോടി ഇലക്ട്രോൺ പ്രകാരം തുടർച്ചയായിട്ട് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡിയെ 1 കൂളോം ചാർജ് ചെയ്യാൻ ഏകദേശം 200 വർഷത്തോളം 198 വർഷം എടുക്കും എന്ന് ആ ഒരു പ്രോബ്ലത്തിലൂടെ എനിക്ക് കഴിയും. അതിനർത്ഥം 1 കൂളോം എന്നുള്ളത് വലിയൊരു ചാർജാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ചാർജിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഇ ആണ്, ഇലക്ട്രോണിക് ചാർജാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI യൂണിറ്റ് കൂളോം ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ആദ്യത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. പോസിറ്റീവും എപ്പോഴും റിപ്പൽ ചെയ്യും, നെഗറ്റീവും ആണെങ്കിലും റിപ്പൽ ചെയ്യും. പോസിറ്റീവും നെഗറ്റീവും വരികയാണെങ്കിൽ അവിടെ അട്രാക്ഷനാണ് ഉണ്ടാവുക. മറ്റൊരു പ്രോപ്പർട്ടി, ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ബോഡിയിലേക്ക് ചാർജ് എന്ന് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ചാർജ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഡയറക്ഷൻ നോക്കണ്ട, മീൻസ് ഡയറക്ഷൻ ഇല്ല, ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മൂന്നാമതൊരു പ്രോപ്പർട്ടി, ചാർജ് ഈസ് അഡിറ്റീവ് ഇൻ നേച്ചർ.
അപ്പോൾ ഒരു ടോട്ടൽ, ഇപ്പോൾ ഉദാഹരണം ഒരു ബോഡിയെ നമ്മൾ ചാർജ് ചെയ്തു. ആദ്യം അതിലേക്ക് ഒരു 10 ഇലക്ട്രോണിക് ചാർജ് കൊടുത്തു, 10E. പിന്നീട് അവിടെ നിന്ന് ഒരു 3 ഇലക്ട്രോൺ ചാർജ് നമ്മൾ എടുത്തു, പിന്നെ ഒരു 2 ഇലക്ട്രോൺ ചാർജ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ +10 ഉണ്ട്, -3, +2, ഇങ്ങനെ നമുക്ക് സാധാരണ അഡിഷൻ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ചാർജ് ഈസ് അഡിറ്റീവ്. ടോട്ടൽ ചാർജ് കാണുന്നുണ്ടെങ്കിൽ ചാർജുകളൊക്കെ പാടെ കൂട്ടിയാൽ മതി. അടുത്തൊരു പ്രോപ്പർട്ടി ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ളതാണ്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ ഇലക്ട്രോണിക് ചാർജ് Q = ± NE or N = 1, 2, 3 etc. ഇറ്റ് മീൻസ് ചാർജ് എപ്പോഴും ബേസിക് ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ്. ദ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി അല്ലെങ്കിൽ ദ ചാർജ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ Q ഈസ് ആൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ബോഡിയെ മറ്റൊരു ബോഡിയുമായിട്ട് ഉരസുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടക്ഷൻ പ്രകാരം ചാർജ് ചെയ്യുകയാണ്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ്, ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ചാർജ് കിട്ടും, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ. അല്ലാതെ ഒരു 1.5 ഇലക്ട്രോൺ ചാർജ് അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E ആയിരിക്കും. ലാസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി ചാർജ് ഈസ് കൺസേർവ്ഡ്. ടോട്ടൽ ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റബ്ബ് ചെയ്ത് ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ടെഫ്ലോൺ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്നും ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ചാർജ് ഉണ്ടാക്കുന്നില്ല. ഉള്ള ചാർജിനെ കയ്യിൽ നിന്നും ടെഫ്ലോൺ ബോഡിയിലേക്ക് പോയി. അപ്പോൾ ടെഫ്ലോൺ ബോഡിക്ക് നെഗറ്റീവ് കിട്ടി, കയ്യിന് പോസിറ്റീവ് കിട്ടി. ഇങ്ങനെയാണ് ചാർജ് എപ്പോഴും ഉണ്ടാവുക. ചാർജ് നമുക്ക് പുതുതായിട്ട് ചാർജ് ഉണ്ടാക്കാനോ ഉള്ള ചാർജ് നശിപ്പിക്കാനോ കഴിയില്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി ചാർജും മാസും തമ്മിലൊരു കമ്പാരിസൺ കാണിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ വർഷത്തിൽ മാസിനെ പറ്റിയും മാസുകൾ തമ്മിലുള്ള ഫോഴ്സുകളെ പറ്റിയൊക്കെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ചാർജിനെയും മാസിനെയും ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ചാർജ് നമുക്കറിയാം പോസിറ്റീവോ നെഗറ്റീവോ 0 ഒക്കെ ഉണ്ടാവാം ഒരു ബോഡിയിലുള്ള ചാർജ്. മാസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു ബോഡിയുടെ ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ഇലക്ട്രോണിക് ചാർജിൻ്റെ രൂപത്തിൽ മാത്രമേ ടോട്ടൽ ചാർജ് ഉണ്ടാവുള്ളൂ. മാസ് അങ്ങനെ ക്വാണ്ടൈസ്ഡ് ഒന്നുമല്ല. ചാർജ് കൺസേർവ്ഡ് ആണ്, കാരണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനൊന്നും ചാർജിന് കഴിയില്ല. മാസ് കൺസേർവ്ഡ് അല്ല, മാസ് എനർജിയാണ് കൺസേർവ്ഡ്. മാസ് നമുക്ക് എനർജിയാക്കി മാറ്റാൻ പറ്റും. മറ്റൊന്ന് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. പക്ഷേ മാസിൻ്റെ കേസിൽ മാസ് എപ്പോഴും എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്റ്റ് ഈച്ച് അതർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ചാർജ് ഓൺ എ ബോഡി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദി ബോഡി. ബോഡിയുടെ വെലോസിറ്റിനൊന്നും ചാർജ് ഡിപ്പെൻഡ് ചെയ്യില്ല. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്. അതിന് എത്ര വെലോസിറ്റി പോയാണെങ്കിലും വെലോസിറ്റി പോകുന്നില്ലെങ്കിലൊക്കെ ചാർജ് EN ആയിരിക്കും. പക്ഷേ മാസ് ഓഫ് ദി ബോഡി വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. റിലേറ്റിവിസ്റ്റിക് ലോ പ്രകാരം മാസ് ഓഫ് ദി ബോഡി ഇൻക്രീസസ് വിത്ത് വെലോസിറ്റി. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദെൻ ഇൻഫിനിറ്റി മാസ് ആയിരിക്കും ആ ബോഡിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇവിടെ തീർന്നു. ഇനി ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സും ഒരു ചാർജിൻ്റെ ഫീൽഡുകളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക. താങ്ക് യു.